എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജ്യോതിഷശാസ്ത്രത്തിൽ അതീവ പ്രാധാന്യമുള്ള ഒരു ഗ്രഹമാണ് ഗുരു അഥവാ വ്യാഴം. ദേവഗുരുവായ ബൃഹസ്പതിയുടെ അനുഗ്രഹം ലഭിക്കുന്ന സമയത്ത് ഒരാളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുമെന്നാണ് വിശ്വാസം. പലപ്പോഴും വർഷങ്ങളോളം കാത്തിരുന്ന അവസരങ്ങൾ അപ്രതീക്ഷിതമായി മുന്നിലെത്തുന്നതും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പതിയെ മാറിത്തുടങ്ങുന്നതും ജീവിതത്തിൽ പ്രതീക്ഷയുടെ പുതിയ വാതിലുകൾ തുറക്കപ്പെടുന്നതും ഗുരുവിൻ്റെ ശക്തമായ അനുഗ്രഹത്തിൻ്റെ ഭാഗമായാണ് ജ്യോതിഷ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ പ്രത്യേകമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. മഹാവ്യാഴമാറ്റത്തിൻ്റെ ശക്തമായ സ്വാധീനത്താൽ ജീവിതത്തിൽ വലിയ ഭാഗ്യാനുഭവങ്ങൾ നേടാൻ സാധ്യതയുള്ള ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ വീഡിയോ. വർഷങ്ങളായി നേരിട്ട സാമ്പത്തിക പ്രതിസന്ധികൾ, കടബാധ്യതകൾ, തൊഴിൽ തടസ്സങ്ങൾ, കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ, ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ വന്ന വിഷമങ്ങൾ എന്നിവയിൽ നിന്ന് മോചനം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ചിലർക്കെങ്കിലും ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. ജ്യോതിഷ പ്രവചനങ്ങൾ വിശ്വാസത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഭാഗമാണ്. ജീവിത വിജയം ഉറപ്പാക്കുന്ന ശാസ്ത്രീയ തെളിവുകളല്ല ഇവ. അതിനാൽ ഇവയെ പ്രചോദനപരമായ ആത്മീയ കാഴ്ചപ്പാടായി മാത്രം കാണുന്നതാണ് ഉചിതം. നമ്മുടെ പരിശ്രമവും തീരുമാനങ്ങളും തന്നെയാണ് ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ഓരോ നക്ഷത്രത്തിനും പ്രത്യേക ഭാഗ്യ സൂചനകൾ, അനുകൂല സമയങ്ങൾ, സാമ്പത്തിക പുരോഗതിക്ക് കാരണമായേക്കാവുന്ന സാഹചര്യങ്ങൾ, കൂടാതെ ആത്മീയമായി ചെയ്യാവുന്ന ചില കാര്യങ്ങൾ എന്നിവ വിശദമായി പങ്കുവെക്കുന്നതാണ്. നിങ്ങളുടെ നക്ഷത്രം ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായും ശ്രദ്ധയോടെ കാണുക. ചിലപ്പോൾ ഒരു ചെറിയ അവസരം പോലും ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയും. അപ്പോൾ കൂടുതൽ സമയം കളയാതെ വ്യാഴത്തിന്റെ അനുഗ്രഹത്താൽ പുതിയ ഭാഗ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള ഇന്നത്തെ വിശദമായ വിശകലനത്തിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം പറയാൻ പോകുന്നത് കാർത്തിക നക്ഷത്രത്തെക്കുറിച്ചാണ്. ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്ന നക്ഷത്രങ്ങളിൽ ഒന്നായി കാർത്തികയെ കണക്കാക്കാറുണ്ട്. സാമ്പത്തികമായി മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടും പലവിധ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നിരിക്കാം. ചിലർക്ക് ബിസിനസ്സിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ടാകാം. ചിലർക്ക് ജോലി സംബന്ധമായ അനിശ്ചിതത്വം ഉണ്ടായിരിക്കാം. മറ്റു ചിലർ കുടുംബത്തിന്റെ സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ കാരണം മാനസികമായി തളർന്നിരിക്കാം. എന്നാൽ ഈ സമയത്ത് വ്യാഴത്തിന്റെ അനുഗ്രഹം കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകൾ കൊണ്ടുവരുമെന്നാണ് ജ്യോതിഷ കാഴ്ചപ്പാട് പറയുന്നത്. ഏറെ കാലമായി മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങും. ലഭിക്കേണ്ട പണം ലഭിക്കാം. അതുപോലെ തന്നെ പുതിയ തൊഴിലവസരങ്ങൾ പ്രത്യക്ഷപ്പെടാം. ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു സംരംഭം പോലും നല്ല ഫലങ്ങൾ നൽകാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആത്മവിശ്വാസം കൈവിടാതിരിക്കുക എന്നതാണ്. കാരണം പലപ്പോഴും ഭാഗ്യം വാതിൽ തട്ടുമ്പോൾ തന്നെ അതിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. സാമ്പത്തിക പുരോഗതിക്കായി പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും പഴയ തെറ്റുകൾ തിരുത്താനും ഇത് നല്ല സമയമായിരിക്കും. അടുത്തതായി പറയുന്നത് ആയില്യ നക്ഷത്രത്തെ കുറിച്ചാണ്. ഏറെ നാളായി മനസ്സിൽ സൂക്ഷിച്ച ആഗ്രഹങ്ങൾ സാമ്പത്തിക പരിമിതികൾ കാരണം മാറ്റിവെക്കേണ്ടി വന്ന അവസ്ഥ പലർക്കും ഉണ്ടായിരിക്കാം. കുടുംബ ചെലവുകൾ വർദ്ധിച്ചതിനാൽ സ്വന്തം സ്വപ്നങ്ങൾ പോലും മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ടാകാം. എന്നാൽ ഈ സമയത്ത് പ്രതീക്ഷയുടെ ഒരു പുതിയ കിരണം കാണാൻ സാധിക്കുമെന്നാണ് വിശ്വാസം. ആയില്യം നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്തും സാമ്പത്തിക രംഗത്തും പുതിയ സാധ്യതകൾ തുറക്കപ്പെടാം. പുതിയ ആളുകളുമായി ഉണ്ടാകുന്ന ബന്ധങ്ങൾ ഭാവിയിൽ ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട്. വിദേശ അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കാം. വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്ക് മുന്നേറ്റം കാണാൻ കഴിയും. ഈ സമയത്ത് ക്ഷമയും വിവേകവും വളരെ പ്രധാനമാണ്. ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും ഒരുപോലെ നല്ലതായിരിക്കണമെന്നില്ല. അതിനാൽ ഓരോ തീരുമാനവും ആലോചിച്ചെടുക്കേണ്ടതാണ്. ആത്മീയമായി നാഗദേവതകളെ പ്രാർത്ഥിക്കുന്നതും പ്രകൃതിയോട് നന്ദി പ്രകടിപ്പിക്കുന്നതും മനസ്സിന് കൂടുതൽ സമാധാനം നൽകും. ഇനി പൂരം നക്ഷത്രക്കാരെ കുറിച്ച് വിശദമായി നോക്കാം. പൂരം നക്ഷത്രക്കാർ പൊതുവേ ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും വെച്ചു പുലർത്തുന്നവരാണ്. എന്നാൽ പലപ്പോഴും ആ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് മുൻപ് അനേകം പ്രതിസന്ധികൾ ഇവരുടെ വഴിയിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ, വിശ്വസിച്ച ആളുകളിൽ നിന്നുള്ള നിരാശകൾ, ചെയ്ത പരിശ്രമത്തിന് യഥാർത്ഥ അംഗീകാരം ലഭിക്കാത്ത അവസ്ഥകൾ എന്നിവ പല പൂരം നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ആവർത്തിച്ച് കണ്ടുവരുന്ന കാര്യങ്ങളാണ്.
എന്നാൽ വ്യാഴത്തിന്റെ അനുകൂലമായ സ്വാധീനം ആരംഭിക്കുന്ന ഈ സമയത്ത് ഇതുവരെ അടഞ്ഞുകിടന്ന പല വാതിലുകളും പതിയെ തുറക്കാൻ തുടങ്ങുമെന്നാണ് ജ്യോതിഷ കാഴ്ചപ്പാട് പറയുന്നത്. ഏറെ കാലമായി കുടങ്ങിക്കിടന്ന സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി കാണാം. ചിലർക്ക് ലഭിക്കേണ്ട പണം തിരികെ ലഭിക്കാം. ചിലർക്ക് പുതിയ ജോലിയോ മികച്ച വരുമാനമോ ഉള്ള അവസരങ്ങളോ ലഭിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ് നടത്തുന്നവർക്ക് പുതിയ ഉപഭോക്താക്കളെയും പുതിയ വിപണികളെയും കണ്ടെത്താൻ കഴിയും. ഈ കാലയളവിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. അതിനാൽ ആവേശത്തിൽ തീരുമാനമെടുക്കാതെ ആലോചിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളുടെ കഴിവുകളിൽ വിശ്വാസം പുലർത്തുക. കാരണം ഭാഗ്യം ലഭിക്കുന്ന സമയത്ത് അത് പ്രയോജനപ്പെടുത്താൻ തയ്യാറായിരിക്കുന്നവർക്കാണ് ഏറ്റവും വലിയ നേട്ടം ലഭിക്കുന്നത്. ദേവീ ഭക്തി ഈ സമയത്ത് പൂരം നക്ഷത്രക്കാർക്ക് ആത്മീയമായ ശക്തി നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. മനസ്സിൽ സമാധാനവും ധൈര്യവും വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും ഇത് സഹായകമാകാം. ഇനി അടുത്തത് മകയിരം നക്ഷത്രത്തിലേക്ക് കടക്കാം. മകയിരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നവരാണ്. സ്വന്തം കാര്യങ്ങളെക്കാൾ കുടുംബത്തിൻ്റെയും പ്രിയപ്പെട്ടവരുടെയും കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന സ്വഭാവം ഇവർക്കുണ്ടാകാം. എന്നാൽ അതുകൊണ്ട് തന്നെ പലപ്പോഴും സ്വന്തം സാമ്പത്തിക വളർച്ചയും വ്യക്തിപരമായ ആഗ്രഹങ്ങളും പിന്നിലേക്ക് പോകാറുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സാമ്പത്തിക സമ്മർദ്ദം അനുഭവിക്കുന്ന മകയിരം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ പ്രതീക്ഷ നൽകുന്ന സമയമാണ് വന്നിരിക്കുന്നത്. കടബാധ്യതകൾ കുറയ്ക്കാനുള്ള അവസരങ്ങൾ ലഭിക്കാം. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കാം. ചിലർക്ക് പ്രതീക്ഷിക്കാത്ത സാമ്പത്തിക സഹായം ലഭിക്കാനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ ഉണ്ടാകാം. ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം, ശമ്പള വർധന അല്ലെങ്കിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ്. കാരണം പലപ്പോഴും അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിലും ഭയവും സംശയവും കാരണം അവ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. അതിനാൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ശ്രീകൃഷ്ണ ഭക്തി മകയിരം നക്ഷത്രക്കാർക്ക് പ്രത്യേക ആത്മീയ ഊർജം നൽകുമെന്ന് വിശ്വാസമുണ്ട്. ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാനുള്ള മനോബലം വർദ്ധിപ്പിക്കാനും ലക്ഷ്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇത് സഹായകമാകാം. ഇനി വിശാഖം നക്ഷത്രക്കാരുടെ ഭാഗ്യസൂചനകളിലേക്ക് നോക്കാം. വിശാഖം നക്ഷത്രക്കാർക്ക് പലപ്പോഴും ഒരു പ്രത്യേക അനുഭവം ഉണ്ടാകാറുണ്ട്. അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയായ രീതിയിൽ ആസൂത്രണം ചെയ്താലും അവസാന നിമിഷം എന്തെങ്കിലും തടസ്സം വന്നുചേരും. വിജയത്തിന് വളരെ അടുത്തെത്തിയപ്പോൾ അവസരങ്ങൾ നഷ്ടപ്പെടുന്നതും ഇവർക്ക് അപരിചിതമല്ല. അതുകൊണ്ട് തന്നെ പല വിശാഖ നക്ഷത്രക്കാരും നിരാശയും മാനസിക സമ്മർദ്ദവും അനുഭവിച്ചിട്ടുണ്ടാകാം. എന്നാൽ വ്യാഴത്തിന്റെ അനുഗ്രഹം ശക്തമാകുന്ന ഈ സമയത്ത് അവസ്ഥയിൽ നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ജോലിസ്ഥലത്ത് അംഗീകാരം ലഭിക്കാം. പഠനരംഗത്ത് മുന്നേറ്റമുണ്ടാകാം. വിദേശ യാത്രകൾ, പുതിയ കരാറുകൾ, പുതിയ നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് അനുകൂലമായ സാഹചര്യം രൂപപ്പെടാം. മുമ്പ് പരാജയപ്പെട്ട പദ്ധതികൾ വീണ്ടും വിജയകരമായി ആരംഭിക്കാൻ കഴിയുന്ന സമയമായിരിക്കും ഇത്. സാമ്പത്തികമായി ഏറെ കാലമായി പ്രതീക്ഷിച്ചിരുന്ന ചില നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യതയുണ്ട്. ചിലർക്ക് അപ്രതീക്ഷിതമായി ധനലാഭം ലഭിക്കാം. ചിലർക്ക് പുതിയ ബിസിനസ് പങ്കാളിത്തങ്ങൾ ഗുണകരമാകാം. കുടുംബ ബന്ധങ്ങളിലും ഐക്യം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ സമയത്ത് അഹങ്കാരം ഒഴിവാക്കേണ്ടത് വളരെ പ്രധാനമാണ്. വിജയം ലഭിക്കുമ്പോൾ വിനയത്തോടെ മുന്നോട്ട് പോകുന്നത് കൂടുതൽ അനുഗ്രഹങ്ങൾ നേടാൻ സഹായിക്കും. ഗുരുവായൂരപ്പനോടുള്ള പ്രാർത്ഥന മനസ്സിന് ആത്മവിശ്വാസവും സമാധാനവും നൽകുമെന്ന് വിശ്വാസമുണ്ട്. ഇനി തൃക്കേട്ട നക്ഷത്രക്കാരെ കുറിച്ച് സംസാരിക്കാം. ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയവരാണ് പല തൃക്കേട്ട നക്ഷത്രക്കാരും. പലപ്പോഴും സ്വന്തം കഴിവും പരിശ്രമവും ഉണ്ടായിട്ടും അതിന് യോജിച്ച ഫലം ലഭിക്കാതെ പോയ അനുഭവങ്ങൾ ഇവർക്കുണ്ടായിരിക്കാം. ചിലർക്ക് കുടുംബപരമായ പ്രശ്നങ്ങൾ, ചിലർക്ക് തൊഴിൽ മേഖലയിലെ അനിശ്ചിതത്വം, മറ്റു ചിലർക്ക് സാമ്പത്തിക പ്രതിസന്ധികൾ എന്നിവ കാരണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടാകാം. എന്നാൽ എല്ലാ ഇരുണ്ട രാത്രികൾക്കും ഒരു പ്രഭാതമുണ്ടെന്നതുപോലെ തൃക്കേട്ട നക്ഷത്രക്കാർക്കും പുതിയ പ്രതീക്ഷകൾ നിറഞ്ഞ ഒരു കാലഘട്ടം ആരംഭിക്കാനാണ് സാധ്യതയെന്ന് ജ്യോതിഷ വിശ്വാസങ്ങൾ സൂചിപ്പിക്കുന്നു. ഏറെ കാലമായി കാത്തിരുന്ന അവസരങ്ങൾ അപ്രതീക്ഷിതമായി ലഭിക്കാം. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല വാർത്തകൾ കേൾക്കാൻ സാധിക്കും. സ്വന്തം സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ രൂപപ്പെടാം. ഈ സമയത്ത് പുതിയ ആളുകളെ പരിചയപ്പെടുന്നതും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതും ഭാവിയിൽ ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു ചെറിയ പരിചയം പോലും വലിയ അവസരങ്ങളിലേക്കുള്ള വാതിൽ തുറക്കാറുണ്ട്. അതിനാൽ ജീവിതത്തിലേക്ക് വരുന്ന പുതിയ സാധ്യതകളെ അവഗണിക്കാതെ സ്വീകരിക്കാൻ ശ്രമിക്കുക. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ കാലയളവിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം ഭാവിയെക്കുറിച്ചുള്ള അനാവശ്യ ഭയങ്ങൾ പലപ്പോഴും വിജയത്തിലേക്കുള്ള വഴിയെ തടയാറുണ്ട്.
ആത്മവിശ്വാസത്തോടെയും ദൃഢനിശ്ചയത്തോടെയും മുന്നോട്ടു പോകുമ്പോൾ ലഭിക്കുന്ന അവസരങ്ങൾ കൂടുതൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ കഴിയും. ഭദ്രകാളി ദേവിയോടുള്ള ഭക്തിയും പ്രാർത്ഥനയും മനസ്സിന് ധൈര്യവും ആത്മബലവും നൽകുമെന്ന് വിശ്വാസമുണ്ട്. ജീവിതത്തിലെ നെഗറ്റീവ് ചിന്തകളെ മാറ്റി പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കാനും ഇത് സഹായകമാകാം. ഇനി ഉത്രാടം നക്ഷത്രത്തിലേക്ക് കടക്കാം. ഉത്രാടം നക്ഷത്രക്കാർ പൊതുവെ ഉത്തരവാദിത്ത ബോധമുള്ളവരും കഠിനാധ്വാനികളുമാണ്. കുടുംബത്തിനു വേണ്ടിയും സമൂഹത്തിനു വേണ്ടിയും ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യുന്നവരാണ് ഇവരിൽ പലരും. എന്നാൽ ചില സമയങ്ങളിൽ അതേ ഉത്തരവാദിത്തങ്ങൾ തന്നെ വലിയ ഭാരമായി മാറുകയും മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട്. സാമ്പത്തിക നഷ്ടങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ബിസിനസ് തടസ്സങ്ങൾ, ജോലി സംബന്ധമായ പ്രതിസന്ധികൾ എന്നിവ കാരണം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന ഉത്രാടം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. കുടുംബത്തിൽ സമാധാനവും ഐക്യവും വർദ്ധിക്കാം. തൊഴിൽ മേഖലയിലുള്ളവർക്ക് പുതിയ അംഗീകാരങ്ങൾ ലഭിക്കാം. ഈ സമയത്ത് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് സാമ്പത്തിക കാര്യങ്ങളിൽ വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കുക എന്നതാണ്. ലഭിക്കുന്ന ഓരോ അവസരവും പരിശോധിച്ച് മാത്രമേ നിക്ഷേപങ്ങളോ വലിയ തീരുമാനങ്ങളോ എടുക്കാവൂ. അങ്ങനെ ചെയ്താൽ ദീർഘകാല നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ കാലഘട്ടം ആത്മീയ വളർച്ചയ്ക്കും നല്ല സമയമായിരിക്കാം. ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാനും നന്ദിയോടെ മുന്നോട്ടു പോകാനും ശ്രമിക്കുമ്പോൾ മാനസിക സമാധാനം വർദ്ധിക്കും. മഹാവിഷ്ണുവിനോടുള്ള ഭക്തി മനസ്സിന് സ്ഥിരതയും ആത്മവിശ്വാസവും നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇനി അവസാനമായി ചതയം നക്ഷത്രക്കാരെ കുറിച്ച് നോക്കാം. ചതയം നക്ഷത്രക്കാർ പലപ്പോഴും ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ കാണുന്നവരാണ്. എന്നാൽ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്ന വഴിയിൽ നിരവധി പരാജയങ്ങളും നിരാശകളും നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം. ചിലർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ, ചിലർക്ക് തൊഴിൽപരമായ പരാജയങ്ങൾ, മറ്റു ചിലർക്ക് വ്യക്തിപരമായ വിഷമങ്ങൾ എന്നിവ കാരണം പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥ ഉണ്ടായിരിക്കാം. എന്നാൽ ഒരു കാര്യം ഓർമ്മിക്കണം, പരാജയം എന്നത് യാത്രയുടെ അവസാനമല്ല, അത് പുതിയ തുടക്കത്തിനുള്ള ഒരു പാഠം മാത്രമാണ്. ചതയം നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷ കാഴ്ചപ്പാട് പറയുന്നത്. മുമ്പ് നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരിച്ചു കിട്ടാം, പുതിയ പദ്ധതികൾ വിജയകരമായി മുന്നോട്ട് പോകാം, സാമ്പത്തിക പുരോഗതിക്ക് വഴിയൊരുങ്ങാം. പ്രത്യേകിച്ച് ദീർഘകാലമായി കാത്തിരുന്ന ചില കാര്യങ്ങൾ സഫലമാകാൻ സാധ്യതയുണ്ട്. ചിലർക്ക് തൊഴിൽ മേഖലയിൽ വലിയ മുന്നേറ്റമുണ്ടാകാം, ചിലർക്ക് വിദേശ അവസരങ്ങൾ ലഭിക്കാം, ചിലർക്ക് കുടുംബജീവിതത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾ ഉണ്ടാകാം. ഈ സമയത്ത് ശിവഭക്തി മനസ്സിന് വലിയ ആത്മീയ ശക്തി നൽകുമെന്ന് വിശ്വാസമുണ്ട്. ശാന്തമായ മനസ്സോടെയും വ്യക്തമായ ലക്ഷ്യങ്ങളോടെയും മുന്നോട്ടു പോകുമ്പോൾ ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത 8 നക്ഷത്രങ്ങളും ഒരേ തരത്തിലുള്ള ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരല്ല. ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളും വെല്ലുവിളികളും സ്വപ്നങ്ങളും വ്യത്യസ്തമാണ്. എന്നാൽ ഒരു കാര്യം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്: പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത്. ജ്യോതിഷ പ്രവചനങ്ങൾ നമ്മെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ആത്മീയ മാർഗനിർദ്ദേശങ്ങളാണ്. അവ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന വിധിയല്ല. ജീവിതത്തിലെ യഥാർത്ഥ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ ചിന്തകളിലൂടെയും തീരുമാനങ്ങളിലൂടെയും പരിശ്രമങ്ങളിലൂടെയുമാണ്. ഭാഗ്യം വാതിൽ തട്ടിയാലും അത് തുറക്കേണ്ടത് നമ്മളാണ്. വ്യാഴത്തിന്റെ അനുഗ്രഹം ലഭിക്കുന്ന കാലഘട്ടം എന്ന് പറയപ്പെടുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളെ തിരിച്ചറിയാൻ ശ്രമിക്കുക. പുതിയ ആശയങ്ങളെ സ്വീകരിക്കുക, കഠിനാധ്വാനം തുടരുക, ആത്മവിശ്വാസം കൈവിടാതിരിക്കുക, നിങ്ങളുടെ കഴിവുകളിൽ വിശ്വാസം വയ്ക്കുക. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ കടബാധ്യതകളാൽ ബുദ്ധിമുട്ടുന്നവരായിരിക്കാം, ഒരുപക്ഷെ തൊഴിലില്ലാത്ത അവസ്ഥയിലായിരിക്കാം, ഒരുപക്ഷെ ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കാം. എന്നാൽ ചരിത്രം തെളിയിക്കുന്നത് ഒരു നിമിഷം മതിയെന്നാണ്, ജീവിതം മുഴുവൻ മാറിമറിയാൻ. അതിനാൽ ഇന്നു മുതൽ പോസിറ്റീവായി ചിന്തിക്കുക. ലഭിക്കുന്ന ഓരോ ദിവസവും ഒരു പുതിയ അവസരമായി കാണുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതി വയ്ക്കുക, അവ നേടാൻ പദ്ധതികൾ തയ്യാറാക്കുക. ആത്മീയ വിശ്വാസം ഉണ്ടെങ്കിൽ പ്രാർത്ഥനയിലൂടെ മനസ്സിന് ശക്തി നൽകുക. എന്നാൽ അതോടൊപ്പം കഠിനാധ്വാനവും വിട്ടുകളയരുത്. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന നക്ഷത്രങ്ങളിൽ നിങ്ങളുടെ നക്ഷത്രം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ നിരാശപ്പെടേണ്ടതില്ല. കാരണം ഓരോരുത്തർക്കും ജീവിതത്തിൽ നല്ല സമയങ്ങൾ വരും. സമയത്തിന്റെ ചക്രം എപ്പോഴും ഒരേ നിലയിൽ നിൽക്കില്ല. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനവും സന്തോഷവും ആരോഗ്യവും സാമ്പത്തിക പുരോഗതിയും കടന്നു വരട്ടെ. എല്ലാ തടസ്സങ്ങളും മാറി പുതിയ വിജയങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരട്ടെ. ദൈവാനുഗ്രഹവും ആത്മവിശ്വാസവും കഠിനാധ്വാനവും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുവാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.